പാലക്കാടിൻ്റെ ഗ്രാമഭംഗി മലയാളികളുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയാനുള്ള ഒരു പ്രധാന കാരണം മലയാള സിനിമകളാണ്. ഗ്രാമ പശ്ചാത്തലത്തിലുള്ള ഒട്ടനവധി മലയാള സിനിമകളാണ് പാലക്കാട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ചില സിനിമാ ലൊക്കേഷനുകളിലൂടെയുള്ള യാത്രയാണ് ഇന്നത്തെ ഈ വീഡിയോ. ആദ്യം പല്ലാവൂരിൽ നിന്ന് തുടങ്ങാം. പല്ലാവൂർ എന്ന് കേട്ടപ്പോഴേ പലർക്കും മനസ്സിലായി കാണും ഏതാ സ്ഥലമെന്ന്. വാമല മുരുകൻ ക്ഷേത്രം ചെറിയൊരു കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന വളരെ ചെറിയൊരു ക്ഷേത്രം. കുറേ മലയാള സിനിമകൾ ഈ കുന്നിന് മുകളിൽ ഈ ക്ഷേത്ര പശ്ചാത്തലത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ദീപസ്തംഭം, മഹാശ്ചര്യം, കുഞ്ഞിരാമായണം, ഹൃദയം, അങ്ങനെ പല പ്രശസ്തമായ സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണത്. ഈ സ്ഥലത്തെ തേടി ഈ സ്ഥലം നേരിട്ട് കാണാനുള്ള ആഗ്രഹം കാരണം പല നാടുകളിൽ നിന്നും സഞ്ചാരികൾ ഇവിടെ എത്തിപ്പെടുന്നുണ്ട്. മുരുകനാണ് ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിന് പിന്നിലുള്ള ഐതിഹ്യങ്ങളിലേക്ക് പോകുന്നില്ല. വിശദമായ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചെറിയൊരു കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമായതുകൊണ്ട് ഈ കുന്നിന് മുകളിലേക്ക് കയറി വന്നാൽ ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും അതിന് പിന്നിലുള്ള മലനിരകളും സൂര്യോദയവും സൂര്യാസ്തമനവും കാണാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണത്. ഈ കുന്നിന് തൊട്ട് താഴെ വലിയൊരു കുളവും കാണാൻ കഴിയും. ഞാനിവിടെ വന്നപ്പോൾ ഈ ക്ഷേത്രം അടഞ്ഞു കിടക്കുകയായിരുന്നു. രാവിലെ 5:30 മുതൽ 7 മണി വരെയും വൈകിട്ട് 5 മുതൽ 6 മണി വരെയാണ് ക്ഷേത്രം തുറക്കുന്ന സമയം. ക്ഷേത്രത്തിലേക്കായി വരുന്നവർ ഈ സമയം നോക്കി ഇവിടെ വരാൻ ശ്രമിക്കുക. പല്ലാവൂർ ചിന്മയ വിദ്യാലയയുടെ വളരെ അടുത്തായിട്ടാണ് വാമല സ്ഥിതി ചെയ്യുന്നത്. ലൊക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്നിലധികം വാമലകൾ പാലക്കാടുണ്ട്. അതുകൊണ്ട് ഏത് വാമലയിലേക്കാണ് പോകേണ്ടതെന്ന് തീർച്ചപ്പെടുത്തിയിട്ട് യാത്ര ചെയ്യുക. അറിയാത്തവർ വന്നാൽ ചിലപ്പോൾ ഒന്ന് വഴിതെറ്റിപ്പോകും. വാമലയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് ഇനി പോകുന്നത്. തച്ചങ്കോട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. കൊടുവായൂരിനടുത്തായാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ പ്രകാശൻ, ആട് 2, ഒരു മുറൈ വന്ന പാർത്തായ തുടങ്ങിയ സിനിമകളാണ് ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. തനതായ ഒരു ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പഴയൊരു അക്വാഡക്ട് പാലമാണ്. കുറച്ച് അകത്തുള്ളൊരു വഴിയായ കാരണം ഒരുപക്ഷെ പാലക്കാട്ടുകാർക്ക് മാത്രം അറിയുന്നൊരു സ്ഥലമായിരിക്കും അത്. 4 ഭാഗത്ത് നിന്ന് റോഡ് വന്ന് ചേരുന്നൊരു സ്ഥലമാണത്. കനാലും ആൽത്തറയും ബസ് സ്റ്റാൻഡും തൊട്ടടുത്തായുള്ള നെൽപ്പാടങ്ങളും കരിമ്പനകളും തനതായ ഒരു പാലക്കാടൻ ഗ്രാമം തന്നെയാണത്. ഈ സ്ഥലത്തിനടുത്താണ് പ്രശസ്തമായ കോട്ടമലയും സ്ഥിതി ചെയ്യുന്നത്. നെൽപ്പാടങ്ങൾക്ക് പ്രശസ്തമായ കൊല്ലങ്കോട്, പല്ലാവൂർ, പല്ലശ്ശേന, കാക്കയൂർ, കൊടുവായൂർ എന്ന സ്ഥലങ്ങളെല്ലാം തച്ചങ്കോടിന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇനി പാലക്കാട് ടൗണിന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകാം. പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ കാണും ഈ സ്ഥലത്തേക്ക്. കനാൽ പാലം എന്ന പേരിലും ബ്രിട്ടീഷ് ബ്രിഡ്ജ് എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു സ്ഥലം. പേര് ബ്രിട്ടീഷ് ബ്രിഡ്ജ് ആകുമ്പോൾ പലർക്കും ഒരു സംശയം തോന്നും, ഇത് ബ്രിട്ടീഷുകാർ കെട്ടിയതാണോ എന്ന്. എന്നാൽ ഇത് ബ്രിട്ടീഷുകാർ കെട്ടിയതല്ല. ഈ ബ്രിഡ്ജിൻ്റെ പ്ലാൻ മാത്രമാണ് ബ്രിട്ടീഷുകാരുടെ. മലമ്പുഴ കനാലിന് വേണ്ടി കെട്ടിയ ഒരു പാലമാണത്. ആറാട്ട്, ഒടിയൻ, ജമുന പ്യാർ എന്ന സിനിമകളാണ് ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കൂമൻ എന്ന സിനിമയിലും ചെറിയൊരു രംഗം ഇവിടെ കണ്ടവരവർക്കുമുണ്ട്. ഇതും ഒരു അക്വാഡക്ട് പാലമാണ്. മലമ്പുഴ കനാലാണ് ഈ പാലത്തിലൂടെ പോകുന്നത്. പാലത്തിന് താഴെ ശോകനാശിനി പുഴ ഒഴുകുന്നുണ്ട്. കനാലിൽ വെള്ളം വിടുന്ന സമയത്താണ് ഈ പാലത്തിൻ്റെ ഭംഗി ശരിക്കും മനസ്സിലാക്കാൻ കഴിയുക. വൈകുന്നേരങ്ങളിൽ ഇവിടെ നല്ല തിരക്കാണ്. കാറ്റും കൊണ്ട് സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ചയും കണ്ട് ഈ പാലത്തിൻ്റെ ഭംഗി ആസ്വദിക്കാനായി കുറേ പേർ ഇവിടെ വരാറുണ്ട്. വർഷങ്ങൾ പലതായിട്ടും ഈ പാലത്തിന് ഇപ്പോഴും ഒരനക്കവുമില്ലാതെ പ്രൗഢഗംഭീരമായി തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പാലക്കാട് ടൗണിൽ വന്നാൽ പെട്ടെന്നൊരു സ്ഥലം കാണണം എന്നാഗ്രഹിക്കുന്നവർക്ക് പരിഗണിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഇനി പോകുന്നത് കൊല്ലങ്കോട്ടേക്കാണ്. നമ്മുടെ ചാനലിലെ കഴിഞ്ഞ എപ്പിസോഡും കൊല്ലങ്കോടുള്ള ചിങ്ങഞ്ചിറയും പരിസര പ്രദേശങ്ങളെയും പറ്റിയായിരുന്നു. കേരളത്തിൻ്റെ ഗ്രാമത്തിൻ്റെയും പഴമയുടെയും കാഴ്ചകൾ അതേപടി നിലനിൽക്കുന്നൊരു സ്ഥലമാണ് കൊല്ലങ്കോട്.
നാലുകെട്ടുകളും ആൽത്തറകളും ചായക്കടകളും തോടുകളും പുഴകളും വെള്ളച്ചാട്ടങ്ങളും മലനിരകളുടെ കാഴ്ചകളും പ്രകൃതി അനുഗ്രഹിച്ചു നൽകിയ ഒരു സ്ഥലമാണ് കൊല്ലങ്കോട്. കൊല്ലങ്കോടിൻ്റെ പ്രകൃതി ഭംഗി കേട്ടറിഞ്ഞ് അവിടുത്തെ കാഴ്ചകൾ നേരിട്ട് കാണാനായി പലയിടങ്ങളിൽ നിന്നും സഞ്ചാരികൾ ഇവിടെ എത്തിപ്പെടാറുണ്ട്. കൊല്ലങ്കോട്ട് പ്രശസ്തമായ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലൊന്നാണ് ചിങ്ങഞ്ചിറ. ഒരു ക്ഷേത്രമാണിതെങ്കിലും പ്രകൃതി ക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സ്ഥലത്തേക്ക് ജാതി മതഭേദമന്യേ ഏതൊരാൾക്കും എപ്പോൾ വേണേലും കടന്നു വരാം. പ്രവേശന കവാടങ്ങളോ മുഖമണ്ഡപമോ ശ്രീകോവിലോ അങ്ങനെയൊന്നും ഈ ക്ഷേത്രത്തിൽ കാണാൻ കഴിയില്ല. ഈ കാണുന്ന ആൽമരങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒന്നിൽ കൂടുതൽ ആൽമരങ്ങൾ ഇവിടെയുണ്ട്. നട്ടുച്ച വെയിലത്തും ഇവിടെ വന്നാൽ നല്ല തണുപ്പാണ്. ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലുള്ള ആൽമരങ്ങളുടെ ചില്ലകളാണ് ഇവിടുത്തെ പ്രതിഷ്ഠയായ കറുപ്പുസ്വാമിക്ക് ശ്രീകോവിൽ ഒരുക്കിയിരിക്കുന്നത്. മഴയും വെയിലും കടന്നു വരാത്ത രീതിയിലാണ് ഇവിടുത്തെ മരച്ചില്ലകൾ പടർന്നു പന്തലിച്ചു നിൽക്കുന്നത്. ഒട്ടനവധി മലയാള സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ടതാണ് കളിയാട്ടം, ഒടിയൻ, കുഞ്ഞിരാമായണം, കൂമൻ. പ്രശസ്തമായ ഒരു ആൽബവും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലങ്കോട് വന്നാൽ ഉറപ്പായും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണത്. അവധി ദിവസങ്ങളിലെല്ലാം ഇവിടെ നല്ല തിരക്കാണ്. ഈ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരക്കുള്ള സമയത്ത് വരാം. അല്ലാത്തവർക്ക് ഇതുപോലെ തിരക്കില്ലാത്ത സമയങ്ങൾ തിരഞ്ഞെടുക്കാം. ഒരു വ്യാഴാഴ്ച രാവിലെ ആയിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോഴാണ് ഇങ്ങനെ തിരക്കില്ലാതെ ഈ ക്ഷേത്രം ഒഴിഞ്ഞു കിടക്കുന്ന കണ്ടത്. നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴ്വാരത്തുള്ള നെൽപ്പാടങ്ങൾക്കിടയിലൂടെയുള്ള ചെറിയൊരു വഴിയാണ് ചിങ്ങഞ്ചിറയിലേക്കുള്ള വഴി. കൊല്ലങ്കോടിനടുത്തായി സ്ഥിതി ചെയ്യുന്ന കേരള തമിഴ്നാട് ബോർഡറിന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് മുതലമട. ഇനി മുതലമടയിൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോവാം. മുതലമട എന്ന് കേൾക്കുമ്പോൾ തന്നെ പല മലയാളികളുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത് മുതലമട സ്റ്റേഷനായിരിക്കും. ഒട്ടനവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മലയാളം മാത്രമല്ല അന്യഭാഷാ ചിത്രങ്ങളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു യാത്രാമൊഴി, മേഘം, വെട്ടം, ഹൃദയം തുടങ്ങിയ മലയാള സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. മലയാളം മാത്രമല്ല തമിഴും തെലുങ്കു സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. വൻ വൃക്ഷങ്ങളും അതിൽ നിന്നുള്ള വേരുകളുമാണ് ഈ സ്റ്റേഷനെ ഇത്ര മനോഹരമാക്കുന്നത്. പണ്ടിവിടെ പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു. അന്നായിരുന്നു ഈ സ്റ്റേഷൻ കാണാൻ കുറച്ചുകൂടി ഭംഗി. വെട്ടം സിനിമയിലെ റെയിൽവേ സ്റ്റേഷൻ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. വളരെ ചുരുക്കം ട്രെയിനുകൾക്കാണ് ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പുള്ളത്. ഈ സ്റ്റേഷൻ കാണാനായി പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മരത്തിൻ്റെ വേരുകളിൽ പിടിച്ച് പലരും അതിൽ തൂങ്ങി നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്ന് കർശനമായ താക്കീതാണ് സ്റ്റേഷനിലുള്ളവർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇലക്ട്രിക് ലൈനുകൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഇലക്ട്രിക് ഷോക്ക് അടിച്ച് ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. ട്രാക്കിലേക്ക് ഇറങ്ങുമ്പോൾ ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഇറങ്ങുക. നല്ല വേഗതയിലാണ് ചില ട്രെയിനുകൾ ഇതുവഴി കടന്നു പോകാറുള്ളത്. ചുള്ളിയാർ ഡാമും മീങ്കര ഡാമും മുതലമട സ്റ്റേഷൻ്റെ വളരെ അടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റേഷൻ കാണാനായി വരുന്നവർക്ക് ആ സ്ഥലങ്ങൾ കൂടി പരിഗണിക്കാം. പാലക്കാട്ടെ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ തേടി ഇറങ്ങുവാണെങ്കിൽ അതിനൊരു അവസാനം ഉണ്ടാവില്ല. അത്രയധികം സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ ഇവിടെയുണ്ട്. പാലക്കാട് ടൗൺ, കൊല്ലങ്കോട്, പല്ലശ്ശേന, പല്ലാവൂർ ഭാഗത്തുള്ള ചില സ്ഥലങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചുറ്റുവട്ടത്തായി ഇനിയും ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ഉണ്ട്. അതെല്ലാം ഉൾപ്പെടുത്തി ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ചെയ്യാം. ഇന്ന് കാണിച്ച സ്ഥലങ്ങളുടെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ സ്ഥലങ്ങളുടെ എല്ലാം ലൊക്കേഷൻ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം.